അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറ തൂർ ആരംഭിക്കുകയാണ്. പഠിച്ചവൻ ഏറ്റവും ഫലപ്രദമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഉള്ളൊരു ആഫിയത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. സൂറ തൂറ്, പിന്നെ നമ്മളെല്ലാ സൂറത്തുകളും പറയുന്നത് പോലെ തന്നെ ഓരോ സൂറത്തുകളെയും നമ്മൾ മക്കി മദനി എന്നൊരു കാറ്റഗറൈസേഷൻ പിന്നെ ഖുർആനിക ശാസ്ത്രത്തിലുണ്ട്. അപ്പോൾ അതിൽ ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത്. മക്കയിൽ അവതരിച്ചത് എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാതെ പീഡനമൊക്കെ അനുഭവിക്കുന്ന സമയത്ത് പിന്നെ ഇറങ്ങിയ സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറ തൂർ. ഈ സൂറത്തിൻ്റെ തുടക്കത്തിലെ 10 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുക. 10 ആയത്തുകൾ പിന്നെ ഈ അമ്മ ജുസുലിൻ്റെ ഒരു ശൈലി ഈ എന്താണ് പിന്നെ സത്യം ചെയ്ത് ആണയിട്ടുകൊണ്ട് വശംസി വലുഹാഹ വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന് പറഞ്ഞിട്ട് ആണയിട്ടുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ശൈലിയാണ് ഈ സൂറത്തിനും ഉള്ളത്. അപ്പോൾ പിന്നെ അത് പിന്നെ ഈ സൂറത്ത് അത് ഫസ്റ്റ് 10 ആയത്തിൽ ആ ആണയിടുന്നത് പരലോകത്തെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പറയാൻ കാരണം, തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം, സാധാരണ ഈ വശംസി വലുഹാഹ അല്ലെങ്കിൽ വല്ലൈലി ഇദാ സജ എന്ന പിന്നെ സൂറത്തുകളൊക്കെ നോക്കിയാൽ ഒരേപോലത്തെ സബ്ജക്റ്റുകളാണ് ഉണ്ടാകുക. ഇപ്പം പ്രകൃതിയെ പിടിച്ചുകൊണ്ട് ആണയിടുമ്പോൾ പ്രകൃതിയെ മാത്രമാണ് ഉണ്ടാകുക. ഈ ഇതിൻ്റെ തുടക്കത്തിലെ ആയത്തുകളിൽ 2 വിഷയങ്ങൾ ഉണ്ട്. പിന്നെ ഒന്ന് ആരാധന, വിശ്വാസം, ആത്മീയത എന്ന ആ ഹിദായത്ത്, ഈ വിഷയവും പ്രകൃതിയും കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഈ ആയത്ത് തുടങ്ങുന്നതിന് മുമ്പേ എന്തുകൊണ്ടാണ് ചില സൂറത്തുകളിൽ അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് ഓത്സ്, നമ്മൾ ഇംഗ്ലീഷിൽ ഓത്ത് എന്ന് പറയുന്ന കാര്യം സത്യം ചെയ്തുകൊണ്ട് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസങ്ങൾ 6 ഈമാൻ കാര്യങ്ങളും എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ്. കാണാൻ കഴിയാത്ത കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി, ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഖുർആൻ തെളിയിക്കുന്നതാണ്. ഖുർആൻ്റെ ഒട്ടുമിക്ക ആയത്തുകളുടെയും വിഷയം ഈ 6 കാര്യങ്ങളെ എങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാം എന്നതാണ് ഖുർആൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അതിൽ ഖുർആൻ ഉപയോഗിക്കുന്നത് കാണുന്നത് വെച്ചുകൊണ്ട് കാണാത്തതിനെ തെളിയിക്കുക എന്നുള്ളതാണ് ഖുർആൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. കാണുന്നത് എന്താണ്? നമ്മുടെ മുന്നിലുള്ള പൂവ്, ചന്ദ്രൻ, നമ്മൾ കാണുന്നത് പ്രപഞ്ചം, കോസ്മോസ് എല്ലാം നമ്മൾ കാണുന്നതാണ്. ഈ കാണുന്നതിനെ വെച്ചുകൊണ്ട് ആ കാണുന്നതിനെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എന്ത്, അതിന് പുറകിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പം എന്തുകൊണ്ടാണ് സത്യം ചെയ്ത് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന കാര്യങ്ങളായിരിക്കും എല്ലാത്തിലും. ഷംസ്, ഖമർ, ലൈല്, കാണാൻ കഴിയുന്ന കാര്യങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അതിൻ്റെ അവസാനത്തിൽ കാണാൻ കഴിയാത്തൊരു വിഷയം എന്ത് ചെയ്യും, അള്ളാഹു പ്രഖ്യാപിക്കും. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ സൂറ ഷംസ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പിന്നെ സത്യം ചെയ്തതിന് ശേഷം അവസാനം എന്താണ് അവിടെ പ്രൂവ് ചെയ്യുന്നത്? വനഫ്സിം വമ സവ്വാഹ. നഫ്സിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഷംസിനെയൊക്കെ പിടിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്ന് കാണാൻ പറ്റും. രണ്ടാമത് എന്തിനാണ് ഈ സത്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റൻഷൻ ഡ്രോ ചെയ്യാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു വലിയ വിഷയം പറയുന്നതിന് മുമ്പേ നമ്മളൊരു സീരിയസ്നെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സത്യം ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തിൽ കടന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ആയത്ത് നിങ്ങൾ അതിൻ്റെ മലയാളം അർത്ഥം നോക്കിയാൽ വത്തൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വത്തൂർ. തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ്റെ പിന്നെ വളരെ പ്രധാനപ്പെട്ട പിന്നെ ഒരു വിഷയങ്ങളിൽ ഒന്നാണ് തൂർ പർവ്വതം എന്ന് പറയുന്നത്. നമുക്കറിയാം മൂസാ നബി അലൈഹിസ്സലാമിന് പിന്നെ ഉത്ബോധനം കിട്ടിയ, വഹിയ കിട്ടിയ പർവ്വതത്തിൻ്റെ പേര് തൂറാണ്. തൂർ എന്ന പദത്തിന് പർവ്വതം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ തൂറുണ്ട്, ജബൽ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. ജബലും തൂറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജബൽ കുറേ കൂടെ പച്ചപ്പില്ലാത്ത മലകൾക്ക് പറയുകയാണെങ്കിൽ, തൂർ എന്ന് പറയുന്നത് കുറേ കൂടെ പച്ചപ്പുള്ള ഗ്രീനറിയൊക്കെ ഉള്ള മലക്കാണ് തൂർ എന്ന് പറയുക. പക്ഷേ ഖുർആനിൽ തൂർ എന്ന് ഉപയോഗിച്ചത് പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന് വഹി കിട്ടിയ ഒരു 4-5 സ്ഥലങ്ങളിലായിട്ടാണ് ഉപയോഗിച്ചത്. അതേ പർവ്വതത്തിന് തന്നെ ഖുർആൻ സിന എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. തൂരി സീന എന്ന് പറയുമ്പം സിന പർവ്വതം എന്ന അർത്ഥം അതിന് വരും. ഇൻഷാ അല്ലാഹ് ഇത് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചതെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനത് വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം.
രണ്ടാമത്തെ ആയത്ത്. അപ്പൊ ഒന്നാമത്തെ സത്യം ചെയ്യൽ എന്താണ്? വത്തൂർ, തൂർ പർവ്വതമാണ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരേണ്ടത് ഈജിപ്തിലെ ആ തൂർ പർവ്വതം നമ്മളെ മനസ്സിൽ വരുന്നത്. തൂർ നമുക്ക് അറിയുന്നതാണ്, ചരിത്ര സത്യമാണ്, അത് അവിടെ ഉണ്ട്. തൂർ പർവ്വതമാണ്. വ കിതാബിൻ മസ്തൂർ, കിതാബ് എന്ന് പറഞ്ഞാല് പുസ്തകം, ഗ്രന്ഥം എന്ന അർത്ഥമാണ്. മസ്തൂർ, സത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേപോലെ വരികളാക്കുക, ഒരേ റോ ആക്കുക എന്ന അർത്ഥമൊക്കെയാണ് സത്തർ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എഴുതുക എന്ന അർത്ഥത്തിലാണ് സത്തർ. നിങ്ങൾ മലയാളത്തിൽ നോക്കി കഴിഞ്ഞാൽ എഴുതപ്പെട്ട എന്നാണ്. പക്ഷേ വെറും എഴുത്തല്ല, കണക്ക് വളരെ കൃത്യമായി കണക്കാക്കി വരികളാക്കി റോസ് ആക്കിയിട്ട് കൃത്യമായി എഴുതപ്പെട്ട ഗ്രന്ഥം എന്നതാണ് കിതാബിൻ മസ്തൂർ എന്ന അർത്ഥം വരുന്നത്. എന്ന് വെച്ചാൽ വളരെ വ്യക്തമായി ഘടനയോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയ ഗ്രന്ഥം എന്നുള്ളതാണ് കിതാബിൻ മസ്തൂർ. അപ്പം ഇവിടെ എന്താണ് കിതാബ് എന്നുള്ളത് മുഫസ്സിരീങ്ങൾ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 പോസിബിലിറ്റീസ് പറയുന്നുണ്ട്. ഒന്ന്, ഖുർആൻ അടക്കമുള്ള അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളാകാം എന്നൊരർത്ഥമുണ്ട്. 2, മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ കണക്ക് പുസ്തകമാകാം, അതിനും ഖുർആൻ കിതാബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോന്ന് പ്രവർത്തിക്കുമ്പോൾ എഴുതപ്പെട്ട പുസ്തകത്തിന് കിതാബ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. 3, അള്ളാഹിന്റെ ഖദറിന് കിതാബ് എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. കിതാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിതാബിൽ എഴുതപ്പെടാതെ ഒന്നുമില്ല എന്ന് ഖുർആൻ പറയുന്നത് ഖദർ, അള്ളാഹിന്റെ നിയമങ്ങൾ. പക്ഷേ വത്തൂർ, തൂർ പർവ്വതം മൂസാ നബി അലൈഹി സ്വലാമിന് ഹിദായത്ത് കിട്ടിയതാണ് എന്നുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കുമ്പം കിതാബിൻ മസ്തൂർ എന്നുള്ളത് എന്താണ്? ആ ഹിദായത്തിന്റെ ഗ്രന്ഥമാണ് എന്നതാണ് കുറെ കൂടെ അടുത്ത് വെക്കുന്നത് എന്ന് നമുക്ക് ക്ലാസിന്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു അർത്ഥത്തിൽ നമുക്ക് വെക്കാം. 3ാമത്തെ ആയത്ത് ഫീ റക്കിൻ മൻഷൂർ. റക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മാനിൻ്റെ തോലുകളിലൊക്കെ ആയിരുന്നു പണ്ട് സാധനങ്ങൾ, കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നത്, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. അതിന് റക്ക് എന്ന് അറബിയിൽ പറയും. റക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ്, ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മായപ്പെടാതെ നിരന്തരം നിലനിൽക്കണം എന്ന അർത്ഥത്തിൽ എഴുതപ്പെട്ടത് എന്നാണ് റക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. റക്കിൻ മൻഷൂർ, മൻഷൂർ എന്ന് പറഞ്ഞാൽ നഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്, വ്യാപിപ്പിക്കുക, കുറേ എത്തുക, തുറന്നത് എന്നർത്ഥമാണ്. അപ്പം കിതാബിൻ റക്കിൻ മൻഷൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് എംബോസ് ചെയ്യപ്പെട്ടത്, കൃത്യമായിട്ട് മാഞ്ഞു പോകാത്ത രീതിയിൽ എഴുതപ്പെട്ടതും മൻഷൂർ വ്യാപകമായി മനുഷ്യരിലേക്ക് എത്തിയതുമായ ഗ്രന്ഥം. കിതാബിൻ മസ്തൂർ, റക്കിൻ മൻഷൂർ. ക്ലിയർ ആണല്ലോ അല്ലേ? റക്കിൻ മൻഷൂർ. അപ്പോൾ അത് രണ്ടും ചേർത്താണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പം ഇത് രണ്ടിനെയും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കിതാബിൻ മസ്തൂറും റക്കിൻ മൻഷൂറും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണലി സ്ട്രക്ചേർഡും എക്സ്റ്റേണലി സ്പ്രെഡും എന്ന് വെച്ചാൽ ഉള്ളിൽ ഭയങ്കര സ്ട്രക്ചേർഡാണ് മസ്തൂർ, റക്കാണ്. അതേപോലെ തന്നെ മൻഷൂർ പുറമേ നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരിലേക്കും എത്തുന്നതായിട്ടുള്ള ഗ്രന്ഥമാണ് എന്നൊരർത്ഥം നമുക്ക് അതിലെടുക്കാം. അതേപോലെ തന്നെ ആദ്യത്തെ ആയത്തുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? തൂർ, വത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിദായത്ത് കിട്ടിയ ആ പ്രോസസ്സിനെ അള്ളാഹു പിടിച്ചാണയിടുകയാണ്. ഒരു പ്രവാചകന് ഹിദായത്ത് കിട്ടിയ പ്രോസസ്സ് നടന്ന സ്ഥലം, അതാണ് വത്തൂർ. ആ ഹിദായത്ത് കിട്ടിയതിനെ ഗ്രന്ഥരൂപത്തിലാക്കിയ ആ ഒരു അതിനെയാണ് കിതാബ് ആയിട്ട്. അപ്പം തമ്മിലുള്ള ബന്ധം വളരെ ക്ലിയർ ആണ്. ഹിദായത്ത് നടന്ന സംഭവമാണ് വത്തൂർ. ഹിദായത്തിന്റെ ഘടനയൊക്കെയാണ് മസ്തൂർ, റക്ക്, മൻഷൂർ. ഇനി 4ാമത്തത്, ഇത് ശരിക്ക് ഈ ആയത്തുകൾ വെറുതെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇതെന്തോ ഒരു കണക്ഷൻ ഇല്ലാതെ അള്ളാഹു ഇങ്ങനെ മാറി എവിടേക്കൊക്കെ പോകണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇതിന്റെ കണക്ഷനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് വല്ലാത്ത ആശയങ്ങളിലേക്ക് എത്തും. ഇനി പറയാൻ പോകുന്ന വിഷയം അതിലും വ്യത്യസ്തമായൊരു സാധനമാണ്. 4ാമത്തെ ആയത്തില് വൽ ബൈത്തിൽ മഅ്മൂർ, വൽ ബൈത്തിൽ മഅ്മൂർ. ബൈത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി തങ്ങുന്ന ഇടം എന്നർത്ഥമുണ്ട്, താമസിക്കുന്ന സ്ഥലം, സുരക്ഷിതത്വം തരുന്ന സ്ഥലം. അപ്പൊ ശരിക്കും നമ്മൾ ബൈത്ത് എന്ന് വീടിനാണ് പറയാ. ബൈത്തിന്റെ അർത്ഥം, ബൈത്തിന്റെ വാക്കർത്ഥം നമ്മൾ ഈ തങ്ങുന്ന ഇടം എന്നാണ്, തങ്ങുന്ന ഇടം. അപ്പൊ രാത്രി തങ്ങുന്ന ഇടം എന്നുള്ളതിന് വേറെ തന്നെ പ്രത്യേകത ഉണ്ട്, കാരണം നമുക്ക് സുരക്ഷിതത്വം കൂടി തരുന്ന സ്ഥലമാണ്. പക്ഷേ ഖുർആൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 14ഓളം തവണ ബൈത്ത് എന്നുള്ള പദം കഅബക്കും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമസ്കരിക്കുന്ന അല്ലെങ്കിൽ പള്ളി ആ അർത്ഥത്തിലാണ് ബൈത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ ഉപയോഗിച്ചത്. ബൈത്തിൽ മഅ്മൂർ, ബൈത്തിൽ മഅ്മൂർ എന്നാണ് ഉപയോഗിച്ചത്. ബൈത്ത് എന്ന് പറയുന്നത് അതാണ് അർത്ഥം. മഅ്മൂർ എന്ന പദം ഇമാറത്ത്, ഇമാറത്ത് ഐനാണ്. ഇമാറത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഹാബിറ്റാറ്റ് എന്ന് പറയില്ല, ആവാസ വ്യവസ്ഥ എന്ന് വെച്ചാൽ മനുഷ്യന്മാർ തങ്ങുന്ന സ്ഥലം, അതിനാണ് മഅ്മൂർ എന്ന് പറയുന്നത്. മനുഷ്യന്മാർ തങ്ങുന്ന സ്ഥലം.
ഉംറ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഉംറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കലാണ് ഉംറ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മനുഷ്യന്മാർ ധാരാളം വരുന്ന സ്ഥലം എന്നത് കഅബക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കഅബയായി നിൽക്കുന്നു എന്നതുപോലെ തന്നെ കഅബയുടെ ഒരു പ്രത്യേകം എപ്പോഴും ആളുകളുള്ള സ്ഥലം, ആളുകൾ വെറുതെ തങ്ങുന്ന സ്ഥലമല്ല, അള്ളാഹിന്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തങ്ങുന്ന സ്ഥലമാണ് കഅബ. ഉംറ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഉമുർ എന്ന് പറഞ്ഞാൽ നമ്മളെ ആയുസ്സാണ്, കാരണം മനുഷ്യന്റെ ജീവിതമാണ്, ജീവിക്കുന്ന സ്ഥലം. അപ്പം മഅമൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാരുള്ള സ്ഥലം, ആൾക്കാർ തങ്ങുന്ന ബൈത്ത്, വീട് എന്നതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണോ? നമുക്ക് കണക്ഷൻ പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഇതങ്ങനെ വേറെ പോകുന്നില്ല. ബൈത്തുൽ മഅമൂറിന് രണ്ടർത്ഥം ഉണ്ടാകും, രണ്ടും ഇവിടെ പ്രസക്താണ്. ഒന്ന് എന്താണ്? കഅബയാണ്. കഅബ ബൈത്തുൽ മഅമൂറാണ്. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് ആകാശങ്ങളിലേക്ക് പോകുമ്പം എന്താണ് അതിൻ്റെ സ്റ്റേജിൽ, സ്വർഗീയമായ 7ാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈത്തുൽ മഅമൂർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബൈത്തുൽ മഅമൂർ, ഇതാണ് ബൈത്തുൽ മഅമൂർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പം ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, എപ്പോഴും അവിടെ 70,000 മലക്കുകൾ എന്ത് ചെയ്യും? അള്ളാഹ്ക്ക് ആരാധന ചെയ്തുകൊണ്ട് നിന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ 70,000 മലക്കുകൾ പോവും. എന്നിട്ട് വേറെ തന്നെ 70,000 മലക്കുകൾ വന്നിട്ട്, എന്ന് പറഞ്ഞാൽ ലോകം തുടങ്ങിയ മുതൽ അവസാനം വരെ, അല്ലെങ്കിൽ ആ സ്ഥലം ഉള്ളത് മുതൽ അവസാനം വരെ അള്ളാഹ്ക്ക് ആരാധന ചെയ്യാതെ, അള്ളാഹിന്റെ ദിക്ർ ചെയ്യാതെ ഒരു സമയവും ഒരു സെക്കൻഡും ഇല്ലാത്ത ഇടം ബൈത്തുൽ മഅമൂർ. അതിന്റെ ഭൂമിയിലെ റെപ്രസെന്റേഷൻ എന്താണ്? കഅബ. അങ്ങനെ ആകണം എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ പറഞ്ഞത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പം എന്തുകൊണ്ടാണ് നമസ്കരിക്കുന്ന സ്ഥലത്തിന്, അള്ളാഹ്ക്ക് പ്രാർത്ഥന അർപ്പിക്കുന്ന സ്ഥലത്തിന്, അള്ളാഹിനെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്ന സ്ഥലത്തിന് ബൈത്ത് എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത് ഒരു തവണയല്ല 14 തവണ എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈത്ത് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റില് പള്ളി കഅബ എന്നുള്ളത് എന്താണ്? ഒരു വിശ്വാസിയുടെ യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അള്ളയാണ് ആദ്യം, അള്ളാഹുവും അള്ളാഹിന്റെ ആദർശവുമാണ് ആദ്യം. അത് കഴിഞ്ഞിട്ടേ ഏത് തങ്ങുന്ന ഇടവും സുരക്ഷിതത്വം തരുന്ന ഇടവുള്ളൂ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൊത്തം ജീവിതം കറങ്ങേണ്ടത് അള്ളാഹുവിന് ചുറ്റുമാണ്. അള്ളാഹിന്റെ ബൈത്താണ് എന്ത്? പള്ളിയും കഅബയും ഒക്കെ. ഇസ്ലാമിക സിവിലൈസേഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഇസ്ലാമിക സൊസൈറ്റിയും ഡെവലപ്പ് ആകുന്നത് ഒരു പള്ളിക്ക് ചുറ്റുമാണ് എന്നതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ബൈത്ത് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിത കാഴ്ചപ്പാട്, ചിന്ത, അവന്റെ സൊസൈറ്റി, കൾച്ചർ, സിവിലൈസേഷൻ ഒക്കെ ഉള്ള കാഴ്ചപ്പാട് മാറ്റുന്ന ഒരു പ്രയോഗമാണ് നമ്മുടെ ബൈത്ത് എന്ന് പറയുന്നത്. യഥാർത്ഥ ബൈത്ത് എന്ന് പറയുന്നത് കഅബയും പള്ളിയുമാണ് എന്ന് പറയുന്നിടത്ത്. അതുകൊണ്ടാണ് ശരിക്ക് ഒരാളുടെ ബൈത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൂഫി ഇതിൽ പറയുന്നത്, യുവർ റിയൽ ബൈത്ത് ഇസ് നോട്ട് വേർ യുവർ ബോഡി ലിവ്സ് ബട്ട് വേർ യുവർ സോൾ കണക്ട്സ് ടു അള്ളാഹ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ വീട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കുറച്ചു നേരം തങ്ങുന്ന ഇടമല്ല, നമ്മളെ ആത്മാവ് അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുന്നത് എവിടെയാണോ അതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എന്നറിയില്ല, ഇവിടെയൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഇൻഷാ അല്ലാഹ് നമ്മൾ കണക്ഷനിലേക്ക് വരാം. അപ്പോൾ ബൈത്തുൽ മഅമൂറും അതിന് മുന്നേ ഉള്ള ആയത്തുകളായിട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുക? ആലോചിച്ചാൽ സിമ്പിളാണ്. വത്തൂർ എന്ന് പറയുന്നത് ഹിദായത്ത് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയ ആ സംഭവത്തെ കുറിക്കുന്നതാണ്. കിതാബിൻ മസ്തൂർ, റക്കിൻ മൻഷൂർ എന്ന് പറഞ്ഞാൽ ആ ഹിദായത്ത് ഭൂമിയിൽ പ്രിസേർവ് ചെയ്യപ്പെട്ട, എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ അതിങ്ങനെ നിൽക്കുന്നത് എന്ന പ്രോസസ്സിനെ പറയുന്നതാണ് കിതാബ്. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ ആ ഹിദായത്ത് കൊണ്ട് ഭൂമിയിൽ സംഭവിക്കേണ്ടുന്ന പ്രായോഗികമായിട്ടുള്ള കാര്യമാണ് ബൈത്തുൽ മഅമൂർ. എന്താണ്? ധാരാളം മനുഷ്യർ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹ്ക്ക് ചുറ്റും എന്ത് ചെയ്യുന്നു? ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ പ്രാക്ടിക്കലായിട്ട് ഹിദായത്ത് കൊണ്ട് നടക്കേണ്ടതാണ് എന്ത്? അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹു ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലതിനെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? സത്യം ചെയ്യാണ്.
അതിൽ ആദ്യത്തെ നാലായത്തുകളിൽ അള്ളാഹു ഹിദായത്തിന്റെ സിസ്റ്റമാണ് പറയുന്നത്. എത്രത്തോളം കൃത്യമായിട്ടാണ് ഈ ലോകത്തിൽ അള്ളാഹു നന്മയും തിന്മയും കാണിക്കാനുള്ള സിസ്റ്റം ഒരുക്കി വെച്ചിട്ടുള്ളത്. പ്രവാചകന്മാര്, കിതാബ്, ചരിത്രത്തിൽ തുടക്കത്തിൽ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഇനി ലോകം അവസാനിക്കുന്നത് വരെ അള്ളാഹിന്റെ ഹിദായത്ത് ഇവിടെ നിലനിൽക്കും. ആ ഓർഡറാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. കഅബ അവിടെ നിലനിൽക്കും, കഅബക്ക് ചുറ്റും തവാഫ് ഉണ്ടാവും. ഇനി അതില്ലെങ്കിൽ തന്നെ ബൈത്തുൽ മഅ്മൂറിൽ മലക്കുകൾ എന്ത് ചെയ്യും? ഇത് എപ്പോഴും ഈ ഓർഡർ നിലനിൽക്കും. ഇനി പറയാൻ പോകുന്ന രണ്ടായത്തുകളിൽ പ്രപഞ്ചത്തിലെ ഓർഡറാണ് അള്ളാഹു പറയുന്നത്. വസ്സഖ്ഫിൽ മർഫൂ, സഖ്ഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആകാശത്തിന് പറയുന്നതാണ്. ആകാശത്തിന് സമാ എന്നാണ് സാധാരണ ഖുർആനിൽ ധാരാളമായി ഉപയോഗിക്കുക. സമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മുകളിലുള്ള വിശാലമായ സ്ഥലത്തിനൊക്കെ സമാ എന്ന് പറയാം. സഖ്ഫ് എന്ന് പറഞ്ഞാൽ മേൽക്കൂരയാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്ന് ഞാൻ ഇൻഷാല്ല വിശദീകരിക്കാം. സഖ്ഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലാക്കുക, സഖഫ് എന്ന് പറഞ്ഞാല് ഒരു മേൽക്കൂരൊക്കെ പറയുന്നതാണ്. നമുക്ക് മുകളിൽ കൃത്യമായ ഒരു മേൽക്കൂര ഉണ്ട്. മർഫൂ, ഉയർത്തപ്പെട്ട ഒരു മേൽക്കൂര ഉണ്ട്. ഇനി അടുത്ത ആയത്ത് വൽ ബഹ്റിൽ മസ്ജൂർ. ബഹ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ. മസ്ജൂർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ഫുള്ളായത്, പരമാവധി നിറഞ്ഞത്, നിറഞ്ഞൊഴുകുന്ന കടൽ എന്നാണ് ബൈത്തുൽ ബഹ്റിൽ മസ്ജൂർ. അപ്പൊ ഇതെന്താണ്? ആദ്യം പറഞ്ഞത് ഹിദായത്തിന്, അള്ളാഹു ഭൂമിയിൽ നന്മ തിന്മ പിന്നെ ആ മനുഷ്യർക്ക് കൊടുക്കാനുള്ള സിസ്റ്റത്തിനെയാണ് 4 ആയത്തുകൾ കൊണ്ട് അള്ളാഹു വിശദീകരിച്ചത്. എന്നിട്ട് ഭൂമിയിലെ ഓർഡർ പറയാണ്. ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ഓർഡർ എന്താണ്? മുകളിൽ മേൽക്കൂര, താഴത്ത് കടലും നിറഞ്ഞൊഴുകുമ്പോഴും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മനുഷ്യന് മുത്തും പവിഴവും കൊടുക്കുന്ന രീതിയിൽ, കപ്പൽ ഓടിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ കൃത്യമായ ആ സിസ്റ്റം എന്ത് ചെയ്യുന്നു? നമുക്ക് ചുറ്റും നിൽക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു 7ാമത്തെ ആയത്തിലാണ് യഥാർത്ഥ വിഷയം പറയുന്നത്. എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചത്? ഇന്ന അദാബ റബ്ബിക ലവാഖി. ഇന്ന അദാബ റബ്ബിക, അള്ളാന്റെ ശിക്ഷ. അള്ളാന്റെ ശിക്ഷ എന്നല്ല, നിന്റെ റബ്ബിന്റെ ശിക്ഷ എന്നാണ്. റബ്ബിക എന്തുകൊണ്ടാണ് നമുക്ക് ഇൻഷാല്ലാഹ് പറയാം. ഇന്ന അദാബ റബ്ബിക, നിന്റെ റബ്ബിന്റെ ശിക്ഷ അല്ല വാക്ക്. വക്ക എന്ന് പറഞ്ഞാൽ എന്തായാലും സംഭവിക്കും എന്നതിന്റെ ഉറപ്പാണ് വക്ക. ഇന്ന അദാബ റബ്ബിക ലവാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ സിസ്റ്റം വെറുതെ എന്തോ ആരോ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കിടക്കട്ടെ, കടൽ അങ്ങനെ കിടക്കട്ടെ, പ്രപഞ്ചം, സൂര്യൻ, ഇങ്ങനെയൊന്നല്ല. ഇതിന് അർത്ഥമുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു സിസ്റ്റം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ, നിങ്ങൾ സമ്മതിച്ചാൽ, നിങ്ങൾ സ്വാഭാവികമായിട്ട് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ട് എന്നുള്ളതും ആ ലക്ഷ്യത്തിനൊടുവിൽ അള്ളാന്റെ അടുത്ത് പോകുമ്പം കണക്ക് അവതരിപ്പിക്കേണ്ടി വരും എന്നുള്ളതും രക്ഷയും ശിക്ഷയും ഉണ്ടാവും എന്നുള്ളതുമാണ് ഇതിന്റെ ഒരു അള്ളാഹു എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത്. ഇനി ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? നിങ്ങളുടെ മനസ്സിലത് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹ്ക്ക് ആഖിറത്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. എന്തിനാണ് അദാബ് പറഞ്ഞത്? വേറെ സൂറത്തുകളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആണയിട്ടിട്ട് ആഖിറത്ത് എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മതിയല്ല. അദാബ് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സൂറ തൂറ് അഡ്രസ്സ് ചെയ്യുന്നത് അള്ളാന്റെ ആയത്തുകളെ നിഷേധിച്ചവരെയാണ്, അവരോടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നേർക്ക് നേരെ അവരോട് പറയുന്നത് ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് അദാബ് എന്തായാലും നടക്കും എന്നുള്ളത്. ഇനി 8ാമത്തെ ആയത്ത് അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയത്താണ്. മാ ലഹു മിൻ ദാഫിഅ, അത് തടുക്കാൻ ആരും തന്നെ ഇല്ല. ഇതിവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഇന്ന അദാബ റബ്ബിക ലവാഖി എന്ന് പറഞ്ഞാൽ എന്താണ്? അദാബ് എന്തായാലും നടക്കും. പിന്നെ എന്തിനാണ് ആർക്കും അത് തടയാൻ കഴിയില്ല എന്ന് പറയുന്നത്? ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഖുർആന്റെ ഭാഷ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടല്ല, അത് സൈക്കോളജിക്കലി മനുഷ്യന്റെ പ്രശ്നത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. മനുഷ്യന്റെ ഉള്ളിൽ എവിടെയോ ഈ വിശ്വസിക്കാതിരിക്കുന്നതിൻ്റെ ഒരു ബ്രൂട്ട് കോസ് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ വെച്ച് ഇതിനെ തടുക്കാൻ കഴിയും എന്ന് മനുഷ്യന് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉള്ള നമുക്കുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ എന്തുകൊണ്ട് നന്നാകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് മരുന്നൊക്കെ കുടിച്ച് ചെറുങ്ങനെ അവിടെ ഒക്കെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇത് തടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് തള്ളി പോകാൻ കഴിയുമെന്നുള്ള എന്തോ ഒരു കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ഞാൻ നാളെ നന്നാവാം എന്ന് കോൺഫിഡൻസോടുകൂടി പറയാൻ കഴിയുന്നത്. ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് നന്നാവും, ഇപ്പൊ സുജൂദ് ചെയ്യും. നാളെ നന്നാകാം എന്ന് പറയാനുള്ള കോൺഫിഡൻസ് വരുന്നത് എനിക്ക് എവിടെയോ അതിനെ തടുക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഖുർആൻ ആയത്തിന്റെ സൗന്ദര്യം. അള്ളാഹു പറയുന്നു ഇന്ന അദാബ റബ്ബിക ലവാഖി, എന്തായാലും ശിക്ഷ നടക്കും, അത് ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, തടുക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി അടുത്ത 2 ആയത്ത് അതിലും സുന്ദരമാണ്. അടുത്ത 2 ആയത്ത് നേരത്തെ പറഞ്ഞത്
നമ്മളെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന സിസ്റ്റമാണ് കണക്ക്. എത്ര കൃത്യമായിട്ടാണ് മനുഷ്യ ജീവിതം സാധ്യമാക്കുന്ന രീതിയിൽ കടലും പിന്നെ എന്താണ് പുഴയും ആകാശവും ഒക്കെ നിലനിൽക്കുന്നത്. ഇനി പറയുന്നത് എന്താണ്? യൗമ തമൂറു സമാഉ മൗറ. യൗമ തമൂറു സമാഉ മൗറ. മൗറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗതയിൽ ഒഴുകുക, തിരമാല പോലെ ഒഴുകുക എന്നുള്ളതാണ്. സമാ എന്ന് പറഞ്ഞാൽ ആകാശമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ വാക്കുകളുടെ സൂക്ഷ്മത. നേരത്തെ ആകാശത്തിന് എന്താ ഉപയോഗിച്ചത്? സഖഫാണ്. സഖഫ് എന്ന് പറഞ്ഞാൽ മേൽക്കൂരയാണ്. അതെന്തിനാ അവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ ആകാശത്തിന് ഉപയോഗിച്ചത് സഖഫാണ്. ഇവിടെ മൊത്തം ഇല്ലാതായി പോകുന്നു എന്നിടത്ത് അള്ള ഉപയോഗിക്കുന്ന ഏതാണ്? സമാ ആണ്. യൗമ തമൂറു സമാഉ മൗറ. ഇതെല്ലാം എന്ത് ചെയ്യും? ഒരു തിരമാല പോലെ ഒഴുകിപ്പോവും. അള്ള തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ ആകാശം എന്നത് പ്രസക്തമേ അല്ല. അള്ള പറഞ്ഞത് കൊണ്ട് അത് മേൽക്കൂരയാവുകയും അള്ള പറഞ്ഞ സമയത്ത് അത് തിരമാല പോലെ ഒഴുകിപ്പോവുകയും ചെയ്യുന്നു എന്നതാണ് അതിൽ പ്രസക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഭൂമിയിൽ നമുക്ക് നടക്കാൻ കഴിയുന്നു, അതിന് ഉറപ്പുണ്ട് എന്നുള്ളത് പ്രസക്തമേ അല്ല. അള്ള തീരുമാനിച്ചത് കൊണ്ട് അതിങ്ങനെ ഉറച്ചു നിൽക്കുന്നു. അള്ള തീരുമാനിക്കുന്ന സമയത്ത് ഭൂമി ഉൽക്കത്തോടു കൂടി ഇത് ഇല്ലാതാകും എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മളെ വിശ്വാസം. നമ്മളെ പ്രശ്നം എന്താ? നമ്മൾ ആദ്യത്തെ ആ സെക്യൂരിറ്റിയിലാണ് എല്ലാം മനസ്സിലാക്കുന്നത്. അതിലാണ് നമ്മളിങ്ങനെ സേഫ്. അള്ള അത് പൊളിക്കുകയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി അടുത്തത് വതസീറുൽ ജിബാലു സൈറ. വതസീറുൽ ജിബാലു സൈറ. സൈറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക, പിന്നെ നീങ്ങുക എന്നുള്ള അർത്ഥമാണ്. ജിബാൽ എന്താണ്? ജിബാല് പർവ്വതമാണ്. പർവ്വതം എന്ത് ചെയ്യും? പർവ്വതം ഒഴുകിപ്പോകും. ഇവിടെ വേറെയും ചോദ്യം നമുക്ക് ചോദിക്കാം. എന്താണ് ഇപ്പം ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം? നേരത്തെ സിസ്റ്റം പറഞ്ഞതിൽ ആകാശവും പിന്നെന്താ പറഞ്ഞത്? കടലുമാണ് പറഞ്ഞത്. ഭൂമി ഇല്ലാതാകുന്ന ഡിസോർഡർ നോൺ സിസ്റ്റം പറയുന്നിടത്ത് അള്ള പറയുന്നത് എന്താണ്? ആകാശവും പർവ്വതങ്ങളുമാണ്. കാരണം പർവ്വതങ്ങൾ എന്ന് ഉറപ്പ്, ജിബാലാണ്. പച്ചപ്പില്ലാത്ത ഉറപ്പിനെ കുറിക്കുന്നതാണ് പർവ്വതം. അപ്പൊ ഈ പ്രപഞ്ചം ഇല്ലാതാകും എന്നിടത്ത് അള്ള ഉപയോഗിക്കുന്ന കടലിനേക്കാൾ ജിബാലാണ് എന്നുള്ളതും ശരിക്കും ഖുറാനോട് വല്ലാത്ത ഇഷ്ടം തോന്നിപ്പോകുന്ന കുറേ പ്രയോഗങ്ങളാണ് ഇത്. ഇനി എന്തൊക്കെയാണ് മൊത്തത്തിൽ സമ്മറി? അള്ളാഹു ഇവിടെ പറയുന്നത് പരലോകവും വിചാരണയും ശിക്ഷയും ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതൊക്കെ എന്നതിൻ്റെ തെളിവെന്താണ്? ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്കൊരു എന്താണ് സയന്റിഫിക്കലി ഇപ്പോഴത്തെ ഒരു സയന്റിഫിക് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ പിന്നെ എന്താണ് അതിൻ്റെ തെളിവ്? ഖുറാൻ പറയുന്ന തെളിവ് എന്താണ്? ഒന്ന്, വളരെ കൃത്യമായ വ്യവസ്ഥയോടുകൂടി ഇവിടെ മാർഗദർശനം നിലനിൽക്കുന്നുണ്ട്. ആദ്യകാലം മുതൽ ഇവിടെ മാർഗദർശനം നിലനിൽക്കുന്നുണ്ട്. അതാണ് തൂറ് കിതാബ് പറയുന്നത്. രണ്ടാമത്, നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചം ഏതോ ഒരു ഡിസൈനർ, ഏതോ ഒരു ക്രിയേറ്റർ, ഏതോ ഒരു സൃഷ്ടാവ് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ കൃത്യമായി അളവോടുകൂടി ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അളവുണ്ട് എന്നതിൻ്റെ അർത്ഥം അളവാക്കിയവനുണ്ട് എന്നുള്ളതാണ്. അളവുണ്ട് എന്നതിൻ്റെ അർത്ഥം അതിനൊരു പർപ്പസും ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഖുർആന്റെ സിമ്പിൾ ലോജിക്. ഇത് വെച്ചുകൊണ്ടാണ് ഖുർആൻ അള്ളാഹിനെയും ആഖിറത്തിനെയൊക്കെ പ്രൂവ് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പിൽ വ്യവസ്ഥ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി വ്യവസ്ഥയെയും അള്ളാഹു പറയുന്നു, വ്യവസ്ഥ പൊളിയുന്ന വ്യവസ്ഥയും അള്ളാഹു പറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സമ്മറി എന്നുള്ളത്. ഇനി പിന്നെ ഇന്നത്തെ ആയത്തുകളുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സാധാരണ ഖുർആനിൽ ഇത്തരം ആയത്തുകൾ എന്ന് വെച്ചാൽ പിന്നെ ആഖിറത്തിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാണാൻ കഴിയാത്തൊരു കാര്യത്തിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഓത്ത് ചെയ്യുന്ന എന്ന് വെച്ചാൽ സത്യം പിടിച്ച് വശംസി എന്നൊക്കെ പറഞ്ഞ ആയത്തുകൾ നോക്കിയാൽ ഒരേ വിഷയങ്ങളാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഹിദായത്താണ്, ധാർമ്മികമായ വ്യവസ്ഥ. എപ്പോഴും കൃത്യമായിട്ട് ഇവിടെ നന്മ തിന്മകൾ പറയുന്ന വ്യവസ്ഥ ഉണ്ട് എന്ന് പറയുന്നു. അതോടൊന്നിച്ച് പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയും പറയുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പോയിന്റാണ്. രണ്ട് മെസ്സേജുകളാണ്. ഒന്ന്, ഇതിന് രണ്ടിനും ഒരേ പർപ്പസാണ്. എന്ന് വെച്ചാൽ ഒരു ഖുർആൻ ഓതുമ്പം നമ്മൾ നന്നാകണം, അള്ളാനെ കണ്ടെത്തണം. അതേ പർപ്പസാണ് ഒരു പൂവിനെ നോക്കുമ്പം നമ്മൾ അള്ളാനെ കണ്ടെത്തണം, നമ്മൾ നന്നാകണം. എല്ലാത്തിനും ഒരൊറ്റ പർപ്പസ് ഉള്ളൂ, അത് ഹിദായത്താണ്, അള്ളാനെ കണ്ടെത്തലാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട, ഇത് ഈ സൂറത്ത് പഠിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ആലോചിച്ച് കിട്ടുമ്പം ഖുർആന്റെ കുറേ മെസ്സേജുകൾ കണക്ട് ചെയ്യാൻ പോകുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചം നിലനിൽക്കാൻ ഈ പ്രപഞ്ചത്തിൽ പ്രകൃതിയോ യൂണിവേഴ്സോ ഇതും മറ്റേ ഇവിടുത്തെ കണക്കോ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹുവിനെ ആരാധിക്കുന്നവരുണ്ടെങ്കിലേ ഈ പ്രപഞ്ചം നിലനിൽക്കുകയുള്ളൂ. അള്ളാഹിന്റെ ഹിദായത്ത് ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ചം നിലനിൽക്കുള്ളൂ. കാരണം
ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് തന്നെ അള്ളാഹിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എപ്പം ഇവിടെ വിശ്വാസികൾ ഇല്ലാത്തൊരവസ്ഥ വരുന്നോ അന്ന് ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതാവും. അത് അള്ളാഹു അതിന് വകവെക്കൂല എന്ന് ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹ് പറയുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ എന്ന് അറിയില്ല. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം നിലനിൽക്കാൻ എങ്ങനെയാണോ പുഴയും മണ്ണും കാറ്റും ആവശ്യം, അതേപോലെ പള്ളിയും ദിക്റ് ചൊല്ലുന്നവനും അള്ളാഹ് വിശ്വസിക്കുന്നവരും നിരന്തരം ഇവിടെ ഉണ്ടായാലേ, നന്നാകാൻ പറയുന്നവരും ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പ്രപഞ്ചം നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ് ഈ സൂറത്ത് പറയുന്നത്. അത് പഠിപ്പിക്കുന്ന കുറച്ച് ആയത്തുകൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ കഅബയെ 14 പ്രാവശ്യം ബൈത്തായിട്ട് അള്ളാഹു പറയുന്നത്. അതിൽ കുറേ ആയത്തുകൾ പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു ആയത്ത് സൂറ മാഇദയിൽ 97-ാമത്തെ ആയത്തിൽ ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമി ഖിയാമൻ ലിന്നാസ് എന്നാണ് ഉപയോഗിച്ചത്. ഖിയാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നിർത്തുന്നത്, സ്ഥിരത നൽകുന്നത്, സസ്റ്റെയിൻ ചെയ്യിക്കുന്നത്, അടിത്തറ നൽകുന്നത് എന്നാണ്. കഅബയെ അള്ളാഹു മനുഷ്യർക്ക് നിലനിൽക്കാനുള്ള ഒരു അടിസ്ഥാനമാക്കിയിട്ടാണ് അള്ളാഹു ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കഅബ എന്നത് അള്ളാഹ്ക്ക് ചുറ്റും കറങ്ങുന്നവർ, തവാഫ് ചെയ്യുന്നവർ, അള്ളാഹിനെ ആരാധിക്കുന്നവർ ഉണ്ടാകുക എന്നുള്ളത് ഈ ഭൂമി നിലനിൽക്കാൻ ആവശ്യമാണ്. രണ്ടാമത്തെ ഉദാഹരണം സൂറ നൂറിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആയത്താണ്. പക്ഷെ അത് മനസ്സിലാക്കിയാൽ ധാരാളം, പലപ്പോഴും സൂറ നൂറ് മനസ്സിലാക്കുക കുറെ കൂടെ സൂഫി എഴുത്തുകളിലാണ് മനസ്സിലാവുക. ഒരു വരണ്ട ഭാഷയിൽ മനസ്സിലാക്കിയ സൂറ നൂറിലെ 35-36 ആയത്ത് അള്ളാഹു നൂറ് സമാവാത്തി വല്ലാറുള്ളു എന്ന ആയത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു ആശയം, അള്ളാഹു നൂറ് സമാവാത്തി വല്ലാറുള്ളു, അള്ളാഹ് മാത്രമേ എന്തുള്ളൂ, പ്രപഞ്ചത്തിന്റെ നൂറായിട്ടുള്ളൂ. ആ നൂറ് ഭൂമിയിലേക്ക് വരുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് പിന്നെ മരം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. അതല്ല ഞാൻ പറയുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ള ആയത്തിൽ അള്ളാഹ് പറയുന്നത് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയദ്കുറ ഫീഹ എന്നാണ്. ചില ഭവനങ്ങളിൽ മാത്രമേ അള്ളാഹിന്റെ ആ വെളിച്ചം ഉണ്ടാവുള്ളൂ. ആ ഭവനങ്ങളുടെ പ്രത്യേകത എന്താണ്? അള്ളാഹ്ക്ക് ദിക്റ് ചെയ്യുന്ന ആ ഭവനങ്ങൾ, പള്ളികൾ, അള്ളാഹിന്റെ ദിക്റ് ചെയ്യുന്ന ഭവനങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമേ അള്ളാഹു നൂറ് സമാവാത്തി വല്ലറുള്ളൂ, അള്ളാഹിന്റെ വെളിച്ചം ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നുള്ള രണ്ടാമത്തെ ഉദാഹരണം. മൂന്നാമത്, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ തൂർ പർവ്വതത്തിനെ കുറിച്ചുള്ള ഖുർആന്റെ ആയത്തിൽ നോക്കിയാൽ 2 സ്ഥലത്ത്, ഒന്ന് സൂറ താഹയിലാണ് 80-ാമത്തെ ആയത്തിൽ വവാഅദ്നാകും ജാനിബത്തൂരിൽ ഐമന വനസ്സൽനാ അലൈക്കുമുൽ മന്ന വസൽവ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാം തൂർ പർവ്വതത്തിന്റെ വലതു ഭാഗത്ത് എന്ത് ചെയ്തു? തൂർ പർവ്വതത്തെ പരാമർശിച്ചതിന് ശേഷം ഭൗതികമായ വിഭവങ്ങൾ മന്നയും സൽവയും നിങ്ങൾക്ക് തന്നു എന്ന് പറയുന്നത് ഹിദായത്തിന്റെ കൂടെ മനുഷ്യന് ജീവിക്കാൻ, തിന്നാനും കുടിക്കാനുള്ള സാധനത്തിന് അള്ളാഹു ചേർത്ത് പറയുന്നതായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ ആയത്തില് വശജറതൻ തഖ്റുജു മിൻ തൂരി സൈനാ തംബുതു ബിദ്ദുഹ്നി വസിബ്ഇൻ ലിൽ ആകിലീൻ എന്നാണ്. സീനാ പർവ്വതത്തിൽ മുളച്ചു വരുന്ന ഒരു മരവും എണ്ണയും ഭക്ഷണം കഴിക്കുന്നവർക്ക് കറിയും അത് ഉൽപ്പാദിപ്പിക്കുന്നു. ഏതിനെ വെച്ചുകൊണ്ടാണ് പറയുന്നത്? തൂർ പർവ്വതത്തെ വെച്ചുകൊണ്ടാണ് അള്ളാഹു അവിടെ പറയുന്നത് എന്നാണ് പറ്റും. ഇനി നമുക്ക് കാണാതെ അറിയാവുന്ന ഒരു സൂറത്ത് വത്തീൻ വസ്സൈത്തൂൻ വതൂരി സീനീൻ. എന്താണ് അത്തി വസ്സൈത്തൂൻ? രണ്ടും ഭൗതികമായ വിഭവങ്ങളാണ്. വസ്സൈത്തൂൻ വതൂരി സീനീൻ. അപ്പം ഹിദായത്ത്, മനുഷ്യന്റെ നിലനിൽപ്പ്, ഭക്ഷണം, ഇതൊക്കെ എന്താണ്? പ്രാർത്ഥന, ആത്മീയത, ഇതൊക്കെ അള്ളാഹു ഖുർആനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന സാധനമാണ്. ഇനി ഖുർആനിൽ ഈ വിഷയവുമായിട്ടുള്ള കുറേ കൺസെപ്റ്റുകൾ കാണാൻ പറ്റും. അതിലൊന്ന് സൂറ മുഹമ്മദിൽ ഇത് കുറേ പല രീതിയിൽ പറയുന്നുണ്ട്. 38-ാമത്തെ ആയത്തിൽ വഇൻ തവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും എന്നാണ്. നിങ്ങൾ ഈ പണിയെടുത്തിട്ടില്ലെങ്കിൽ ആ പണിയെടുക്കുന്നവരെ അള്ളാഹു എന്ത് ചെയ്യും? ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വിശ്വസിക്കുന്ന, നന്മയിൽ നിലനിൽക്കുന്ന, അള്ളാഹിന്റെ ദീന് പ്രചരിപ്പിക്കുന്നവർ എല്ലാ കാലത്തും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലേ ഈ ഭൂമി നിലനിൽക്കുള്ളൂ. നമ്മൾ ഈ പണിയെടുക്കുന്നോ ഇല്ല എന്നുള്ളത് നമ്മുടെ മാത്രം വിഷയമാണ്. നമ്മൾ ഈ പണിയെടുക്കുന്നില്ലെങ്കിൽ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, വേറൊരാൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു ഈ പണി ഏൽപ്പിക്കും. എന്തുകൊണ്ടാണ്? പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ഇത് വേണം. 2, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അള്ളാഹു ആണ് എന്ത് ചെയ്തത്? ഈ ദിക്ർ ഖുർആൻ ഇറക്കിയത്. അള്ളാഹ് എന്ത് ചെയ്യും? അതിനെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയുന്നതും അതിന്റെ ഭാഗമാണ്. മൂന്നാമത്തത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എല്ലാ സൃഷ്ടിപ്പിന്റെയും ആകെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ഇതാണ് വിഷയം, ആ ഒരു വിഷയം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ വിഷയം അതാണ്. എന്ന് വെച്ചാൽ പ്രപഞ്ചവും
പ്രകൃതിയുമൊക്കെ എത്രത്തോളം മനുഷ്യ ജീവിതം നിലനിൽക്കാൻ ആവശ്യമാണോ അതേപോലെ പള്ളിയും വിശ്വാസികളും ആവശ്യമാണ് എന്നുള്ളതാണ് സൂറത്ത് തൂർ പഠിപ്പിക്കുന്നത്. ഇനി ഈ ആയത്തുകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം എന്താണ്? നിങ്ങൾ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഓതേണ്ടതുപോലെ ഓതിയാൽ ഒത്തൂർ ഇതിങ്ങനെ ശരിക്കും മനസ്സിലാക്കി ഓതിക്കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം എന്താ വെച്ചാൽ കണ്ണടച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വിശാലമായ പ്രപഞ്ചം, തൂർ പർവ്വതം, അള്ളാന്റെ ഹിദായത്ത്, ബൈത്തുൽ മഅ്മൂർ, ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെന്താവും? നമ്മളൊന്നുമല്ലാതെ നമ്മൾ മാത്രമാണോ ഈ അള്ളാഹിനെ ആരാധിക്കാത്തവർ എന്ന് ആലോചിച്ചിട്ട് അങ്ങേയറ്റം വിനയത്തിൽ എന്ത് ചെയ്തു പോകും? നമ്മൾ പറയും. സയ്യിദ് ഖുത്ബ് പറയുന്നുണ്ട് ഈ തുടക്കത്തിൽ വത്തൂർ കിതാബിൻ മസ്തൂർ റാ വെച്ചുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. ഓരോന്നും ഒരു മിസൈല് പോലെ, അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ച പദം. ഓരോ ആയത്തുകളും ഒരു മിസൈല് പോലെ വിശ്വസിക്കാത്തവരുടെ നെഞ്ചകങ്ങളിലേക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വണ്ണം ഈ ആയത്തുകൾ മനസ്സിൽ ഇതാക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതേ സ്റ്റൈലില് ഖുറാനിലൊരു സൂറത്തുണ്ട്, സൂറ ബുറൂജ്. എന്താണ് ആ വിഷയം? സൂറ ബുറൂജിന്റെ വിഷയം എന്താ? ഇന്നത്തെ കാലഘട്ടമായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന വിഷയമാണ്. സൂറ ബുറൂജിന്റെ തുടക്കത്തിലെ വിഷയം എന്താണ്? വിശ്വാസികളെ ഒരു കിടങ്ങിലിട്ടിട്ട് കത്തിച്ചു കൊന്നു. എന്ന് വെച്ചാൽ അത്രയും ഗൗരവത്തിൽ ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ്. വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ അള്ളാഹു അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നത് എന്താണ്? ഇതേപോലെയാണ്. വസ്സമാഇ ദാത്തിൽ ബുറൂജ്. ബുറൂജ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ ഏറ്റവും വലിയ നക്ഷത്രങ്ങളിൽ ഒന്നാണ് കുറിക്കുന്നതാണ് ബുറൂജ്. വസ്സമാഇ ദാത്തിൽ ബുറൂജ്, മനുഷ്യനെ ഒന്നുമല്ലാതെ ആക്കാണ്. വൽ യൗമിൽ മഊദ്, ആ വാഗ്ദാനം ചെയ്തപ്പെട്ട ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെക്കൂടെ എന്ത് ചെയ്യാണ്? നമ്മളെ മനുഷ്യനെ ഇല്ലാതാക്കിയിട്ടാണ് ഖുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് അവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതാണ് മൂന്നാമത്തെ വിഷയം. നാലാമത്തെ വിഷയം, ഇവിടെ ഉപയോഗിച്ച പദം ഇന്ന അദാബ റബ്ബിക ലവാഖി എന്നാണ്. അദാബ് എന്നുള്ള പദത്തിന്, അദാബ് എന്ന് പറഞ്ഞാൽ ശരിക്കും അദാബ് എന്ന പദം ശിക്ഷയായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും അദാബ് എന്ന പദത്തിൻ്റെ റൂട്ട് മീനിങ് എന്ന് പറയുന്നത് ശുദ്ധമായത്, സുഖമുള്ളത്, പിന്നെ ഏറ്റവും മനുഷ്യന് ആവശ്യം ഇഷ്ടമുള്ളത് എന്ന അർത്ഥത്തിലാണ് അദാബ്. അപ്പൊ അദാബ് ശരിക്കും എന്താണ്? എങ്ങനെയാണ് അദാബ് ശിക്ഷയായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖവും സന്തോഷവും ശുദ്ധിയുമൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ശിക്ഷ എന്ന് പറയുന്നത്. രണ്ട് മനസ്സിലാക്കലാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? എന്ന് വെച്ചാൽ നമുക്ക് ശിക്ഷയുണ്ട് എന്ന് പറയുന്ന പോലെയല്ല, നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന സുഖവും സന്തോഷമൊക്കെ നഷ്ടപ്പെടുന്നു. ശരിക്ക് നരകം എന്ന് പറയുന്നത്, നരകം കാണിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൻ്റെ ഒരു അനുഭൂതി കൊടുത്തിട്ടാണ് നരകം നമ്മൾ അനുഭവിക്കുക. അത്രത്തോളം നഷ്ടബോധം നമുക്കുണ്ടാവും. നമുക്ക് നേടാനാകാമായിരുന്ന ആ സുഖവും സന്തോഷവും നഷ്ടപ്പെടുത്തിയ അവസ്ഥയാണെന്ത്? അദാബ് എന്ന് പറയാൻ കാരണം. ഞാനിതിവിടെ പറയാൻ കാരണം ഇത് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ആയത്തുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂറും കിതാബും ബൈത്തുൽ മഅ്മൂറും പർവ്വതങ്ങളൊക്കെ ഓർഡറാണ്. വളരെ കൃത്യമായി കണക്കോടുകൂടി അള്ളാഹു വെച്ചതാണ്. ആ കണക്കിനെ തെറ്റിച്ചവർക്കാണ് എന്തുള്ളത്? അദാബ് ഉള്ളത്. ആ കണക്കിനോട് നമ്മൾ ചേർന്ന് നിന്നിരുന്നെങ്കിൽ കിട്ടുക പിന്നെ കറക്റ്റ് വ്യവസ്ഥയോടുകൂടിയുള്ള സുഖവും എന്താണ് സന്തോഷമാണ് എന്നുള്ളത് അവിടെ പറയുന്നതായിട്ട്. ഇനി പിന്നെ ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ വാക്കുകൾ സ്കിപ്പ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഓരോ പ്രയോഗങ്ങളും വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇന്ന അദാബ റബ്ബിക ലവാഖി എന്ന് പറയുന്നത്? റബ്ബിക, നിന്റെ റബ്ബ് എന്നുള്ളത് ശിക്ഷയോട് ചേർത്ത് പറഞ്ഞത്. സാധാരണ നമ്മൾ മലയാളത്തിൽ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ നിന്റെ റബ്ബ് എന്നൊക്കെ ഉപയോഗിക്കും. നിന്റെ റബ്ബിന് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നതാണ് കുറെ കൂടെ ഇത്. നിന്റെ റബ്ബിന്റെ ശിക്ഷയും നിന്റെ റബ്ബും എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഖുർആനില് ശിക്ഷ, നരകം എന്നുള്ളത് ഒരു ക്രൂരതയായിട്ടോ അനീതിയായിട്ടോ അല്ല പരിചയപ്പെടുന്നത്. ഒരു ഇല പച്ചയായി കഴിയുമ്പം അതിങ്ങനെ താഴത്തേക്ക് വീഴുന്നതിന് നമുക്ക് എത്രത്തോളം നോർമലായിട്ട് തോന്നുന്നോ അത്രത്തോളം നോർമലാണ് എന്ത്? ഇത്രയും ഹിദായത്തുകൾ മുന്നിലുണ്ടായിട്ടും ആ ഹിദായത്തിനെയൊക്കെ നിരാകരിച്ച ഒരാൾക്ക് ശിക്ഷ കിട്ടുക. അതുകൊണ്ടാണ് പരലോകത്ത് ഒരു അണുമണി അനീതി ഉണ്ടാവൂല എന്ന് അള്ളാഹ് പറയുന്നത്. ആരെ മാത്രമേ ശിക്ഷിക്കുള്ളൂ? അത്രത്തോളം ഹിദായത്തുകൾ നിറഞ്ഞു നിന്നിട്ടും. എന്തുകൊണ്ടാണ് ഇവിടെ റബ്ബിക്ക എന്ന് പറയുന്നത്? കാരണം വെച്ചാൽ റബ്ബ് ആരാണ്? അള്ളാഹു അല്ല റബ്ബ് എന്ന് വെച്ചാൽ അള്ളാഹു അല്ല റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ള എന്ന പദത്തിന് വേറെ അർത്ഥമുണ്ട്, റബ്ബ് എന്ന പദത്തിന് വേറെ അർത്ഥമുണ്ട്. റബ്ബ് ആരാണ്? റബ്ബ് എന്താണ്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്താണ് റബ്ബ്? വളർത്തുന്നവനാണ്. ഒരാൾക്ക് ഒരു സമയത്ത് ആവശ്യമായ അളവിൽ കൊടുക്കുന്ന അള്ളാന്റെ ക്യാരക്ടറാണ്
റബ്ബ്, റുബൂബിയത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരാണ് റബ്ബ്? തൂർ പർവ്വതത്തിൽ ഹിദായത്ത് കൊടുത്തതും റബ്ബാണ്. പിന്നെ കിതാബ് പിന്നെ ഇവിടെ ഉണ്ടാക്കിയതും റബ്ബാണ്. ആകാശത്തിന് ആ കണക്ക് കൊടുത്തതും റബ്ബാണ്. പിന്നെ എന്താണ്, ഭൂമിയിൽ പിന്നെ കടലിന് ആ കണക്ക് കൊടുത്തതും റബ്ബാണ്. ഇതൊക്കെ റബ്ബിന്റെ പണിയാണ്. കാരണം ഇതിനൊക്കെ കണക്കാക്കി വെക്കുന്നത് റബ്ബാണ്, റുബൂബിയത്താണ്. അതേ റബ്ബാണ് എന്ത് ചെയ്യുന്നത്? ശിക്ഷയും നൽകുന്നത്. റുബൂബിയത്തിന്റെ ഭാഗം തന്നെയാണ് എന്ത്, ഈ ശിക്ഷയും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന അദാബ റബ്ബിക ലവാഖ് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അവസാനത്തെ പോയിന്റ് ഇതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അവസാനം ഇതേ ശൈലിയിൽ ഖുർആനിൽ നിങ്ങൾക്ക് ധാരാളം സൂറത്തുകളും ആയത്തുകളും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ പിന്നെ പ്രപഞ്ചത്തിലെ സിസ്റ്റത്തെ പറഞ്ഞതിന് ശേഷം, പ്രപഞ്ചത്തിലെ ഓർഡറിനെ പറഞ്ഞതിന് ശേഷം ആഖിറത്തിനെ പ്രൂവ് ചെയ്യുന്ന ധാരാളം ആയത്തുകൾ കാണാൻ പറ്റും. 1-2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞിട്ട്, നമുക്ക് അറിയാവുന്ന 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മൾ കാണാതെ ജുമഅക്കൊക്കെ എപ്പോഴും ഓതുന്ന സൂറത്താണ് സൂറ ഗാഷിയ. സൂറ ഗാഷിയയിൽ 17 മുതൽ 24 വരെയുള്ള ആയത്തുകൾ. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഹുലിക്കത്ത്. എന്തിനാ പറയുന്നത്? ഒട്ടകത്തെ നോക്കിയിട്ട് കവിത എഴുതാൻ വേണ്ടിയിട്ടല്ല. ഒട്ടകത്തെ നോക്ക് നീ, ഒട്ടകത്തിന്റെ സിസ്റ്റം, അതിന്റെ ക്രിയേഷൻ, അത് ക്രിയേറ്റർ ഇല്ലാതെ എങ്ങനെയാണ് ഒരു സൃഷ്ടാവില്ലാതെ ആകുന്നത് നോക്കാം. നീ ആകാശത്തേക്ക് നോക്കുക, ആരാണ് ഇപ്പൊ അതിനെ ഉയർത്തിയത്? സിസ്റ്റം, അതിനെ നോക്കുക. ഇലൽ ജിബാലി കൈഫ നുസിഹത്ത്, പർവ്വതങ്ങളിലേക്ക് നോക്കുക, അത്ഭുതമാണ്, ആരാണ് അതിനെ നാട്ടി നിർത്തിയത്? ഇലൽ അർളി കൈഫ സുത്തിഹത്ത്, ഭൂമിയിലേക്ക് നോക്കുക, ആരാണ് അതിനെ പരത്തിയത്? അപ്പൊ ഇത് പറഞ്ഞു. അടുത്ത ആയത്ത് എന്താ? ഹിദായത്താണ്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അപ്പം ഭൂമിയിലെ ഓർഡർ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഹിദായത്തിന്റെ ഓർഡർ പറയാണ്. ഫദക്കിർ, ദിക്ർ ചെയ്യുക, ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. അടുത്ത ആയത്ത് എന്താ? ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. സൂറത്ത് തൂറിന്റെ സെയിം ആണ്. പ്രപഞ്ചത്തിലെ ഓർഡർ, ഹിദായത്തിന്റെ ഓർഡർ, പിന്നെന്താ പറയുന്നത്? അദാബാണ്. ഇതൊക്കെ പ്രൂവ് ചെയ്യുന്നത് എന്താണ്? നാളെ വിചാരണക്കൊരു ഒട്ടകം പ്രൂവ് ചെയ്യുന്നത് എന്താണ്? ഒട്ടകത്തിനെ വെറുതെ ഉണ്ടാക്കിയതല്ല, ഒട്ടകത്തിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നാളെ ആഖിറത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. സൂറ യാസീനും നമുക്ക് കാണാതെ അറിയാവുന്ന കുറേ ആയത്തുകളുണ്ട്. സൂറ യാസീനിൽ ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബം വമിൻഹു യഅകുലൂൻ എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മഴ, ഭൂമിയിൽ പിന്നെ എന്താണ്, പിന്നെ ചെടികൾ വരുന്നത്, ഭൂമിയിലെ സിസ്റ്റമാണ്. ആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹുൻ നഹാർ, ആകാശത്തിലെ സിസ്റ്റം പറയാണ് എന്ത്? ലൈലും നഹാറും. വശംസു തജ്രീലി മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, ആകാശത്തിലെ സിസ്റ്റം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ് വഇദാ ഖീല ലഹുമുത്തഖു മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് വരാനിരിക്കുന്നതും വന്നതുമായിട്ടുള്ള ശിക്ഷയെ തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തഖ്വ പാലിക്കണം എന്ന് പറയുന്നതിനെയാണ് അള്ളാഹു ഇവിടെ ബന്ധപ്പെടുത്തുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഖുർആന്റെ ശൈലിയാണ്. ഈ ശൈലി നമുക്ക് മനസ്സിലാവുമ്പോൾ മാത്രമേ നമുക്ക് ഖുർആനെ പ്രബോധനം ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് മനസ്സിലാവുള്ളൂ ഖുർആൻ എന്താ പറയുന്നത് എന്നുള്ളത്. ഖുർആനിൽ നിങ്ങൾ ഈ ഒരു ഐഡിയയും വെച്ചുകൊണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അള്ളാഹു നിരന്തരം നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി, പ്രപഞ്ചം, ചരിത്രം ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് കാണാൻ കഴിയാത്ത അള്ളാഹുവിനെയും ആഖിറത്തിനെയൊക്കെ പ്രൂവ് ചെയ്യുന്ന ലോജിക്കാണ് ഖുർആൻ പറയുന്നത്. ഈ ലോജിക്ക് കിട്ടാതെ ഒരു ലിബറൽ ലോകത്ത് കുട്ടികളോട് പോലും നമുക്ക് സംവദിക്കാൻ കഴിയില്ല. ഒരു യുക്തിപരമായിട്ട് അള്ളാഹു ഉണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഖുർആന്റെ ഈ ശൈലിയിൽ നിന്നുകൊണ്ട് മാത്രമേ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. എന്താണ് ഈ ആയത്തുകളുടെ ജീവിത പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ജീവിതത്തിൽ ഈ ആയത്ത് തരുന്ന പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ വിശ്വാസികളായിട്ട്, നമ്മൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതിൻ്റെ കുറേ, നമ്മളെപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഇസ്ലാമിനെ തേടി എത്തിയവരല്ല. അത് നമ്മുടെ കണ്ണുനീർ കരയാത്തതിൽ നമുക്ക് കാണാൻ കഴിയും. ആയത്ത് ഓതുമ്പോൾ നമ്മളെ ഹൃദയത്തിലൊന്നും തോന്നാത്ത, സെയ്ദൂത്തുബിന് തോന്നിയത് നമുക്ക് തോന്നാത്തതിൽ കാണാൻ പറ്റും. ഖുർആൻ മനസ്സിലാകാത്തതിൽ കാണാൻ പറ്റും. സുജൂദ് ചെയ്യുമ്പോൾ ഒരു ആത്മീയത ഫീൽ ചെയ്യും, എല്ലാത്തിനും ഫീൽ ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തേടി എത്താത്ത കാര്യമാണ്. പരലോകത്തിന്റെ യുക്തി നമുക്ക് കൃത്യമാകുക എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. എന്ന് വെച്ചാൽ അള്ളാഹ് ഉണ്ട്, അള്ളാഹിന്റെ ശിക്ഷയുണ്ട്, ആഖിറത്തുണ്ട് എന്നുള്ളത് ഏത് സെക്യുലർ ലോകത്ത് ആര് ചോദിച്ചാലും ആർജവത്തോടു കൂടി പരലോകമുണ്ട് എന്ന് പറയാൻ കഴിയണം. എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കടലിലേക്ക് നോക്കൂ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ എന്ന് പറയാനും, അല്ലെങ്കിൽ ഒട്ടകത്തിലേക്ക് നോക്കൂ എന്ന് പറയാൻ നമുക്ക് കഴിയണം. പരലോകത്തിന്റെ യുക്തി നമുക്ക് കൃത്യമാണ്. രണ്ട്, ആത്മവിശ്വാസമുള്ളവരാകണം. ആത്മവിശ്വാസമുള്ളവരാകണം എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മളുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചത്
വിശ്വസിക്കുന്നവർ, വിശ്വാസികൾ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നത്. വിശ്വാസവും ഖുർആൻ പഠനങ്ങളും ദിക്റുകളും നമസ്കാരങ്ങളും പിന്നെ എന്താണ് ആൾക്കാർ ധാർമ്മികത പാലിക്കുന്നത് കൊണ്ട് മാത്രമാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്നതും എന്ത് ചെയ്യുന്നു ഈ സൂറത്ത്. അപ്പോൾ നമ്മൾ ചില്ലറക്കാരല്ല, നമ്മളാണ് ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നവർ എന്നതും കൂടി എന്താണ് നമുക്ക് ആത്മവിശ്വാസം തരേണ്ടതാണ്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചവൻ അവൻ്റെ വാക്കുകളെ, അവൻ്റെ ഹിദായത്തിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും അതിൽ ആത്മവിശ്വാസമുള്ളവരാകാനും അടിയുറച്ച് മനസ്സ് നിറഞ്ഞ് അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയാനും ഒക്കെ ഉള്ളൊരു ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖുർആൻ്റെ വെളിച്ചം നമ്മളിലും അവരിലുമൊക്കെ ധാരാളം അള്ളാഹു നിറച്ച് തരുമാറാകട്ടെ. പടച്ചവൻ ലോകത്തുടനീളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർ, യുദ്ധം കാരണവും ഒക്കെ ധാരാളം മനുഷ്യർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് ഒരു നേതൃത്വം, ആത്മവിശ്വാസമുള്ള ഒരു നേതൃത്വം അള്ളാഹു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.